ഹലോ ദേർ, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിസ റിജക്ഷന് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മൾ ഒരുപാട് റീസൺസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ റീസൺസും നമ്മൾ വളരെ ക്ലിനിക്കൽ പ്രിസിഷനോടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിസ റിജക്ഷന് കാരണമായ അസാധാരണമായ റീസൺസ്, നിങ്ങളുടെ ആപ്ലിക്കേഷനെ കൊല്ലുന്ന തരത്തിലുള്ള റീസൺ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോ, നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പക്കയാക്കി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ചെക്ക്, പേ സ്ലിപ്പുകൾ, നിങ്ങളുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ അസറ്റ്സ്, നിങ്ങളുടെ DS-160 പക്ക ആക്യുറേറ്റ് ഫില്ല് ചെയ്തു, നിങ്ങൾ പക്ക ആയിട്ട് ഇൻ്റർവ്യൂ പെർഫോം ചെയ്തു. എന്നിട്ടും നിങ്ങൾക്ക് 214B സ്ലിപ്പ് തന്ന് റിജക്റ്റഡ് എന്ന് പറഞ്ഞു വിട്ടു. എപ്പോഴെങ്കിലും അതിൻ്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ തേടി പോയിട്ടുണ്ടോ? എന്നാൽ തേടി പോയിട്ടില്ലെങ്കിൽ ആ തേടിപ്പോയ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ആദ്യം അവസാനം കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ പോകുന്നു, അതൊരു ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിം കൂടെയാണ്. നിങ്ങളുടെ DS-160 നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ്, ബെഞ്ച് ഓഫ് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് അതൊന്നും അല്ല വിഷയം അവിടെ. അതിനിടയ്ക്ക് ഒരു സൈക്കോളജിക്കൽ ഗെയിം ഹാപ്പൻ ചെയ്യുന്നുണ്ട്, ഒരു മൈൻഡ് ഗെയിം അവിടെ നടക്കുന്നുണ്ട് ബിറ്റ്വീൻ ദ കോൺസുലർ ഒഫീഷ്യൽ ആൻഡ് യു. ആ മൈൻഡ് ഗെയിമിൽ കൂടെ സക്സസ് ആയാലേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈക്രോ എക്സ്പ്രഷൻ ട്രാപ്പ് എന്ന് പറയും. മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ, നിങ്ങളുടെ ഒരു സെൻറ്റൻസ് ഉച്ചരിപ്പിച്ച് പറയുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ആണോ അതോ ആർട്ടിഫിഷ്യൽ ആണെന്നോ മനസ്സിലാക്കാനായിട്ട് ഒരു ട്രെയിൻഡ് ഒബ്സർവർക്ക് സാധിക്കും. US വിസ ഇൻ്റർവ്യൂ നടത്തുന്ന ഒഫീഷ്യൽസ് എല്ലാം ഹൈലി ട്രെയിൻഡ് ഒബ്സർവേഴ്സാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ അനക്കങ്ങൾ, നിങ്ങളുടെ ഷോൾഡർ പൊസിഷൻ, നിങ്ങളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, നിങ്ങളുടെ പുരികത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം അവർ ഒബ്സർവ് ചെയ്യും. സോ സപ്പോസ് വാട്ട്സ് ദ പർപ്പസ് ഓഫ് യുവർ വിസിറ്റ് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ, ഐ ആം ഗോയിങ് ടു വിസിറ്റ് മൈ കസിൻ ഇൻ ന്യൂ ജേഴ്സി ഫോർ 2 weeks എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നിങ്ങൾ ആൻസർ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ കണ്ണ് ലെഫ്റ്റിലോട്ട് പോയി, ഷോൾഡർ ടൈറ്റായി, നിങ്ങളുടെ ലുക്ക് മൊത്തത്തിൽ മാറി. അപ്പോൾ ഈ മൈക്രോ എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ജെന്യുവിൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൽ. സോ ഈ ട്രാപ്പാണ് പലരും കൊടുക്കുന്നത്. എത്ര ഹൈലി സ്കിൽഡ് ആയാലും, എത്ര വെൽ പ്രിപ്പയർഡ് ആയാലും, എത്ര ഫൈനാൻഷ്യലി സോളിഡ് ആയാലും, എത്ര നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായാലും ഈ മൈക്രോ എക്സ്പ്രഷൻസ് കൂടെ നിങ്ങൾ മൈൻഡ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ ആൻസേഴ്സ് ആർട്ടിഫിഷ്യൽ ആയത്, ബി ജെന്യുവിൻ. നിങ്ങളുടെ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ട് അത് നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സീ, ഐ ആം ഗോയിങ് ടു വിസിറ്റ് മൈ കസിൻ ഇൻ ന്യൂ ജേഴ്സി ഫോർ 2 weeks ആൻഡ് ഐ വിൽ ബി സ്റ്റേയിങ് വിത്ത് മൈ കസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒഫീഷ്യലിൻ്റെ കണ്ണിൽ നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് പറയുക. ഓവർ സ്പീഡ് പാടില്ല. ഐ ആം ഗോയിങ് ടു വിസിറ്റ് കസിൻ, ഐ ആം ഗോയിങ് ടു വിസിറ്റ് മൈ കസിൻ ഇൻ ന്യൂ ജേഴ്സി ഫോർ 2 weeks ആൻഡ് ഐ വിൽ ബി സ്റ്റേയിങ് വിത്ത് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെന്യുവനായി. അപ്പോൾ നമ്മുടെ ആൻസർ ജെന്യുവനായിട്ട് ഫ്ലോ ചെയ്യുന്ന സ്റ്റേറ്റ് വരെ നമ്മുടെ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. സോ ഇതാണ് മൈക്രോ എക്സ്പ്രഷൻ ട്രാപ്പ് ആൻഡ് ദിസ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഔട്ട്കം ഫോർ യുവർ ഇൻ്റർവ്യൂ സക്സസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ ഓവർ കോമ്പൻസേഷൻ സിഗ്നൽ. നിങ്ങളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു സൂട്ട് കേസ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഫോൾഡർ നിറച്ച് അല്ലെങ്കിൽ വലിയൊരു ഡോക്യുമെൻ്റ് ഫയലുമായിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ the officers will feel that I am desperately trying to convince you. ഓവർ ആയിട്ട് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകരുത് ഒരിക്കലും. വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് മാത്രം ഒരു ചെറിയ ഫോൾഡറിലാക്കിയിട്ട് കയ്യിൽ കരുതുക. അല്ലാതെ വലിയൊരു സൂട്ട് കേസ് നിറച്ചിട്ട് ഡോക്യുമെൻറ്റ്സുമായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം രാജ് എന്ന് പറയുന്ന ഒരാൾ അവരുടെ പിന്നെ ഡോക്ടർ ഒരു മെഡിക്കൽ ട്രിപ്പിന് പോകുന്നു. അപ്പം വാക്സിനേഷൻ, ഡോഗിൻ്റെ വാക്സിനേഷൻ, ഡോഗിൻ്റെ ചികിത്സ, മറ്റേത് അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ സകല ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നു. എ പൈൽ ഓഫ് ഡോക്യുമെൻറ്റ്സ് വിൽ നെവർ ഹെൽപ്പ് യു ടു സക്സീഡ് ഇൻ ദ US വിസ ഇൻ്റർവ്യൂ. നിങ്ങളുടെ വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് സ്മാർട്ടായിട്ട് ഓർഗനൈസ് ചെയ്യുക. വളരെ വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് മാത്രം പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് അത് ഒരു ചെറിയൊരു ഫോൾഡറിലാക്കിയിട്ട് അതിൻ്റെ സോഫ്റ്റ് കോപ്പി മാത്രം കരുതി, അതിൻ്റെ ഹാർഡ് കോപ്പി മാത്രം കരുതിയിട്ട് പോവുക. അത് ചോദിച്ചാൽ മാത്രം പ്രസൻറ്റ് ചെയ്യുക. ഇല്ലാതെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഓരോ ഡോക്യുമെൻ്റ് നോക്കി കാണിക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ആർ ആസ്കിംഗ് ഫോർ എ പ്രൂഫ്, ഷോ ഇറ്റ് ദം. അതർവൈസ് ഡോണ്ട് ഷോ എനിത്തിങ് എക്സെപ്റ്റ് ദ പാസ്പോർട്ട്. പാസ്പോർട്ട് മാത്രം മതി.
അവർ ഡോക്യുമെൻ്റ് ചോദിച്ചാൽ മാത്രം ഇത് കാണിക്കുക എന്നുള്ളതാണ്. തേർഡ് വൺ തന്നെ റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് വെരി വെൽ കണക്റ്റഡ് വിത്ത് ജോബ് പ്രൊഫൈൽ, യുവർ കരിയർ ആൻഡ് ഓൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസി CEO ആണ്. യു ആർ ടേക്കിംഗ് എ ഇപ്പോൾ ഒരു 3 വീക്ക് ഹോളിഡേ നിങ്ങൾ എടുക്കുകയാണ് ഓൺ ഫെബ്രുവരി. കമോൺ മാൻ, ഇറ്റ്സ് ഇയർ ക്ലോസിങ് ആൻഡ് ഓൾ. ഒരു CEO വന്ന് ഒരു ഫെബ്രുവരിയിൽ ഒരു 3 വീക്ക് അല്ലെങ്കിൽ 4 വീക്ക് ഒരു ഹോളിഡേ എടുക്കുമോ? ഇല്ല, നെവർ. സപ്പോസ് എ സ്റ്റുഡൻറ്റ് നെക്സ്റ്റ് മന്ത് എക്സാമാണ്, മാർച്ചിൽ എക്സാം ഉണ്ട്, പക്ഷെ അതിന് മുമ്പ് 1 മാസം വെക്കേഷന് പോകും. ദീസ് ആർ കോൾഡ് ടൈം ലൈൻ ഡിസ്കണക്ട്. ആൻഡ് officers call these as incongruence alerts. അപ്പോൾ റിയൽ കേസ് സെനാരിയോ നമുക്ക് പരിശോധിക്കാം. അഹമ്മദ് എന്ന് പറഞ്ഞൊരു സർജൻ ഒരു 3 വീക്ക് ഹോളിഡേക്ക് അപ്ലൈ ചെയ്യണം ഫോർ എ US ട്രിപ്പ്. ആ ഹോളിഡേയുടെ അപ്ലൈ ചെയ്ത് അപ്രൂവൽ ലെറ്റർ ഒക്കെ ഇടാൻ ചെല്ലുന്നത്. പക്ഷേ ഒരു സർജനും ഒരു 3 വീക്സ് വെക്കേഷൻ നിലവിൽ കൊടുക്കാറില്ല അൺലെസ് ദേ ആർ ജോബ്ലെസ്. അപ്പോൾ ചോദിക്കും, അങ്ങനെ ചോദ്യം വരുമ്പോഴത്തേക്ക് we cannot answer, right? So the visa will be obviously rejected. So your timeline, the application timeline should connect with your profile, your career and your life. നിങ്ങളുടെ ലൈഫിൻ്റെ കോണ്ടെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്രാവൽ പ്ലാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് കണക്റ്റഡ് ആയിരിക്കണം. ടൈം ലൈൻ ഡിസ്കണക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ വിസ വിൽ ബി റിജക്റ്റഡ്. ദ എനർജി മിസ് മാച്ച്. 4ാമത്തത് എനർജി മിസ് മാച്ച്, ദ എൻതൂസിയാസം മിസ് മാച്ച്. ഇപ്പോൾ നിങ്ങൾ മരിക്കാറായ ഒരു റിലേറ്റീവിനെ കാണാൻ വേണ്ടി എമർജൻസിക്ക് നിങ്ങൾ പോകുന്നു B2 അല്ലെങ്കിൽ B2 വിസയിൽ. അതിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ ടൈം നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുക, ഭയങ്കര ഹാപ്പി ആയിട്ട്. മരിക്കാറായ റിലേറ്റീവിനെ കാണാൻ പോകുന്ന ആളാണ്, നിങ്ങൾ ഫുൾ ടൈം ഭയങ്കര എൻതൂസിയാസ്റ്റിക്കായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ടൈമിൽ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്ത് നിങ്ങൾ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ഭയങ്കര സാഡായിട്ടിരിക്കുന്നു. സോ നിങ്ങളുടെ സ്റ്റേറ്റഡ് പർപ്പസും നിങ്ങളുടെ എനർജി ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. The officials, the US visa officials are, they are human lie detectors. Whenever they feel that there is the lack of energy which is connected to your travel purpose. For example, Maria എന്ന് പറയുന്ന ഒരു ആപ്ലിക്കൻറ്റ്, മരിയയുടെ സിസ്റ്ററിൻ്റെ വെഡിങ്ങിന് പോകുമായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് ത്രൂ ഔട്ട് മരിയ ഭയങ്കര സാഡായിട്ട് കാണപ്പെട്ടു, ഭയങ്കര ഗ്ലൂമി ആയിട്ട്, ഭയങ്കര സാഡായിട്ടാണ് ആൻസർ ചെയ്യുന്നത്. ഷീ വാസ് ആക്ച്വലി ഡിവോഴ്സായിട്ട് അമേരിക്കയിൽ പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷീ അപ്ലൈഡ് ഫോർ ദ വിസ. ബട്ട് ദ പർപ്പസ് വാസ് ടു അറ്റൻഡ് ഹെർ സിസ്റ്റേഴ്സ് വെഡിങ് ആൻഡ് ഷീ സീംഡ് സാഡ്, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് പർപ്പസ്. നിങ്ങൾ സ്റ്റേറ്റ് പർപ്പസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇമോഷൻസ് അല്ലെങ്കിൽ എനർജി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ദ ഒഫീഷ്യൽസ് വിൽ റെക്കഗ്നൈസ് ആൻഡ് യുവർ വിസ വിൽ ബി റിജക്റ്റഡ്. സോ ദിസ് ഈസ് കോൾഡ് ദ എനർജി മിസ് മാച്ച്. 5ാമത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദ വേഗ് പർപ്പസ് പ്ലേഗ്. ഇറ്റ്സ് എ പ്ലേഗ് ആക്ച്വലി. നിങ്ങളുടെ ക്ലിയർ പർപ്പസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് നമുക്ക് ദ വേഗ് പർപ്പസ് പ്ലേഗ് എന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പം ഐ വാണ്ട് ടു വിസിറ്റ് അമേരിക്ക, ഐ ആം ഗോയിങ് ഫോർ ടൂറിസം, ഇതൊരു പർപ്പസ് അല്ല. ഐ വാണ്ട് ടു വിസിറ്റ് ന്യൂ ഓർലിയൻസ് അല്ല, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഹാവ് എ ക്ലിയർ പർപ്പസ് വിച്ച് is connected to your dreams and your interest. For example, I'm going to United States to see New Orleans Jazz Festival, and I'm also planning to visit 10 famous jazz museums in the US. So that's the clear purpose. I'm going to attend the Taste of Chicago, one of the most prestigious food festivals in the United States. I have done a very good research about the event, and I want to connect with the local and international food vendors and taste various delicacies. You are in your clear purpose. Like this, you should have a clear purpose. I am going to United States to visit various art museums across all the states. I like travel, tourism. I like America. America is a beautiful country. America is the richest country in the world. Those are all doesn't add up. So, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പർപ്പസ് ക്ലിയർ ആയിരിക്കണം, ടു ദ പോയിന്റ്, ടു ബി പ്രിസൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വേഗ് പർപ്പസ് പ്ലേഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പർപ്പസ് വളരെ ക്ലിയർ ആയിരിക്കണം, ടു ദ പോയിന്റ് ആയിരിക്കണം.
ആരെന്ന് പറയുമ്പോൾ ദ ഫാൻറ്റം സ്പോൺസർ പ്രോബ്ലം. സപ്പോസ് യു ആർ ബീയിങ് ഇൻവൈറ്റഡ് ബൈ എ റിലേറ്റീവ്, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ എല്ലാം കിട്ടി, പക്ഷേ അത് ഒഫീഷ്യൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ പരിചയം, എന്താണ് അവരവിടെ ചെയ്യുന്നത്, അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അത് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ല. റെഡ് ഫ്ലാഗ്, യു വിൽ ബി റിജക്റ്റഡ്. അതേപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു, എവിടെ വെച്ച് അവർ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയുന്നു ഓൺലൈൻ, റിജക്റ്റഡ്. If you have an invitation letter, you should know what they are doing in America and where they are at, what is their residence status, അവരെക്കുറിച്ച് അമേരിക്കയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ബിക്കോസ് ദർ വിൽ ബി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദം. സോ ദിസ് ഈസ് കോൾഡ് ദ ഫാൻറ്റം സ്പോൺസർ പ്രോബ്ലം. ഇത് വളരെ അപൂർവമായിട്ടുള്ള സെനാരിയാണ്. കാരണം ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് അയാളോട് ചോദിച്ച് മനസ്സിലാക്കുക. അവിടെ എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അവരുടെ റെസിഡൻസ് സ്റ്റാറ്റസ്. സോ സ്പോൺസറെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലിങ്ക്ഡിനിൽ ഞാൻ പരിചയപ്പെട്ട ഒരു ജോൺ മാത്യൂസ് എന്ന് പറയുന്ന ഒരു കൗൺസിലർ ഓഫീഷ്യൽ, അയാളോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു എന്നോട്, we make decision based on gut feeling rather than your financials, your bank balance, your documents. So your passport is enough. If you are genuine and if you are having a solid purpose and you are confident, you will be accepted. Otherwise, even if you keep a pile of documents, ഒരു ജങ്ക്, ഒരു വലിയൊരു ഫോട്ടോ വെച്ചോ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് ബാലൻസോ ഒന്നും ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ പർപ്പസ് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ അലൈനായിരിക്കണം, ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഫ്ലോ ചെയ്യണം. ഇതുണ്ടെങ്കിൽ ദ ഗട്ട് ഫീലിംഗ് വിൽ ബി ഇൻ യുവർ ഫേവർ. ഇതൊരു ബോണസ് 7 സെക്കൻഡ് റൂൾ എന്ന് പറയും. ദ ഫസ്റ്റ് 7 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ആദ്യത്തെ ഒരു 7 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങളുടെ ഒരു ഇനിഷ്യൽ ഒപ്പീനിയൻ ദ ഒഫീഷ്യൽ ഫോം ചെയ്യും. സോ വാക്ക് ഇൻ കോൺഫിഡൻ്റ്ലി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടന്നിട്ട് അവരുടെ മുമ്പിൽ ജെന്യൂൻ ആയിട്ട് പോയിട്ട് സ്മൈലി കൊടുത്തിട്ട് പാസ്പോർട്ട് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുക, ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 7 സെക്കൻഡ് കൊണ്ട് ദേ വിൽ മേക്ക് ആൻ ഇനിഷ്യൽ ഇംപ്രഷൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ശേഷമായിരിക്കും അവർ നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. വിസ റിജക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ കാശോ അല്ലെങ്കിൽ അതുകൊണ്ടല്ല ഉണ്ടാകുന്നത്. ദ ഒഫീഷ്യൽസ് ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്സ്, ദേ ആർ ദെയർ ടു ഡു ദെയർ ജോബ്. അപ്പോൾ ഓഫീസേഴ്സ് നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല, അവരുടെ ജോലി ചെയ്യുന്നു. അവരവരുടെ ഒപ്പീനിയൻ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷനെ ബേസ് ചെയ്ത്, അവരുടെ ഗട്ട് ഫീലിങ്ങിനെ ബേസ് ചെയ്ത് അവരുടെ ഒപ്പീനിയൻ നിങ്ങളോട് പറയുന്നു. സോ ഇപ്പോൾ നിങ്ങൾ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ റിജക്ഷൻ റീസൺസ് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ദയവായി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻ്റർവ്യൂവിന് പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ റിലേറ്റീവിനോ ആർക്കായാലും. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിനും സഹകരണത്തിനും വളരെ നന്ദി. തുടർന്നും വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.